ഈ ഒരു സൈറ്റിലോട്ട് വണ്ടിയൊന്നും പോകാത്തൊരു സൈറ്റാണ്, ഒരു മലയോര പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം തൂക്കിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ SPCയുടെ വളപ്രയോഗം ചെയ്യാൻ പോവുകയാണ്. ഏകദേശം 350ഓളം കവുങ്ങൻ തൈകളാണ്. അതിൽ ഏകദേശം 50ഓളം കവുങ്ങൻ തൈകളെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേരായിക, ഇവിടുത്തെ PH വളരെ കുറവാണ്. 4.5 മണ്ണിൻ്റെ PH ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 4.5 എന്ന് പറഞ്ഞാൽ അയകൾ രോഗമാണ് കൂടുതൽ വരിക. വേരായിക ചെടിയെല്ലാം നശിച്ചു പോകും. അതുമാത്രമല്ല അതൊരു മലയോര പ്രദേശമാണ്. മലയോര പ്രദേശത്തെ നമുക്കറിയാം, സാധാരണ കേരളത്തിലെ നാടൻ കാവുങ്ങൾക്കും തെങ്ങുകൾക്കൊന്നും ശരിയായ രീതിയിലല്ല ഇപ്പോൾ വളരുന്നത്. പല പ്രശ്നങ്ങളാണ് കർഷകർക്ക്. ആ ഒരു സൈറ്റിലാണ് ഇതുപോലത്തെ ഹൈബ്രിഡ് തൈയായ കാസർഗോഡൻ, അതുപോലെ ഇൻഡസ് മംഗള, അതുപോലെ മോഹിത് നഗർ, ഇങ്ങനത്തെ വെറൈറ്റി തൈകളെല്ലാം കൊണ്ടുവച്ചിട്ടുള്ളത് ഇതുപോലത്തെ മലയോര പ്രദേശത്താണ്. നമുക്കറിയാം, ഇതുപോലത്തെ മലയോര പ്രദേശത്ത് കൊണ്ടുവച്ചാൽ തെങ്ങുകൾക്കാണെങ്കിൽ ഗംഗാവോട്ടം പെട്ടെന്ന് തന്നെ അതിൻ്റെ PH പോയിട്ട് ആരോഗ്യമില്ലാതെ വളർന്ന് ഇതിനെ കൊമ്പച്ചില്ലി ചെമ്പച്ചില്ലി എല്ലാം ആക്രമിക്കുന്നതാണ്. അതുപോലെ കവുങ്ങ തൈകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേരായി നശിച്ചു പോകും. ഇത് ശരിയായ രീതിയിൽ വളരണം എന്നുണ്ടെങ്കിൽ സാധാരണ കർഷകർ കൊടുത്തൊരു കുമ്മായാണ്. കുമ്മായം നമുക്കറിയാം, കുമ്മായം നമ്മൾ എന്ന് മണ്ണിലിട്ട് കൊടുത്ത് നാളെ തന്നെ പെട്ടെന്ന് തന്നെ PH 9-10 ഷൂട്ട് ചെയ്യും. അതുമാത്രമല്ല, ചെടികൾക്ക് ശരിയായ രീതിയിൽ മണ്ണിൽ നിന്ന് വളങ്ങൾ വലിച്ചെടുക്കാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ PH കൂടി കഴിഞ്ഞാൽ. അതുമാത്രമല്ല, 45 ദിവസം മാത്രമേ ഈ കുമ്മായത്തിന് ഗ്യാരൻറ്റി ഉള്ളൂ. അതുകൂടാതെ മണ്ണിലുള്ള വളങ്ങളെല്ലാം ന്യൂട്രലായി പോകുന്നതാണ്. മണ്ണിലുള്ള മൈക്രോസും സൂക്ഷ്മജീവികളും എല്ലാം അത് കൊല്ലുന്നതാണ്. അതിന് പകരമായിട്ട് SPCയുടെ PH ബൂസ്റ്റർ, ഇത് പച്ചക്കാക്ക പൊടിച്ചതാണ്. ഇതിൻ്റെ കൂടെ മാഗ്നീഷ്യം സൾഫർ ആഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഏകദേശം 1 വർഷം വരെ മണ്ണിൻ്റെ PH മെയിൻറ്റെയിൻ ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ വളപ്രയോഗം ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ SPCയുടെ PH ബൂസ്റ്ററും അതുപോലെ ബയോഗ്രീനും ഭൂമിത്രയും ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്ത് വളപ്രയോഗം ചെയ്യുകയാണ്. ഈ ഒരു PH കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനത്തെ ഹൈബ്രിഡ് തൈകളെല്ലാം ആരോഗ്യത്തോടെ വളരുകയുള്ളൂ, കായ്ക്കുകയുള്ളൂ. ഹൈബ്രിഡ് തൈ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ നാടൻ